പ്രവാസികളായ ആൾക്കാരോടാണ് ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. കൂട്ടുകുടുംബമായി നിൽക്കുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ കാനഡ, UK അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രവാസികൾ. കേരളം വിട്ട് പോകുന്ന ആൾക്കാരെല്ലാം പ്രവാസികളാണ്. ഇപ്പോൾ ബാംഗ്ലൂർ എന്നെ പോലെ ബാംഗ്ലൂരിലെ ആൾക്കാരുണ്ടാവും, തമിഴ്നാട് ഒക്കെ സെറ്റിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളെടുത്തൊരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അവരവർ കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് പൊതുവെ നമുക്കൊരു എന്താ പറയുക, എല്ലാം നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തുനിന്ന് മാക്സിമം യൂസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മുടെ കാര്യം, അതായത് ഈവൻ നമ്മൾ കല്യാണം കഴിച്ച് നമുക്കൊരു ഫാമിലി ഉണ്ടാവും. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക. നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കുടുംബത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം അതിൻ്റെ കൂടെ തന്നെ നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നും ഒറ്റപ്പെടും. മനസ്സിലായില്ലേ? നമ്മളൊരു ഭാവിയും കൂടെ കണക്കാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ, എവിടെയെങ്കിലും സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങി വെക്കുക. അല്ലാതെ കുടുംബം നമ്മളതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മാത്രമേ ഉണ്ടാവൂ, അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും പുതുതായിട്ട് പ്രവാസികളാവുന്ന ആൾക്കാർക്കും പ്രവാസികളായ ആൾക്കാർക്കും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ അഡ്വൈസ് അത് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ ആ സമയത്ത് എന്താ പറയുക നമ്മൾ എന്ന ഒരു എന്താ പറയുക കൂട്ടിലകപ്പെട്ടു പോയൊരു ആളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കുടുംബത്തിന് വേണ്ടി ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് നമ്മൾ സേഫ് ആക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതൊന്നും നമ്മൾ എവിടെയും ഉണ്ടാവില്ല. നമുക്ക് ആ സമയം നമ്മളൊരു സ്ഥലം വാങ്ങി വെക്കുക, നമ്മളൊരു വീട് വെക്കാനുള്ള സെറ്റപ്പ് നോക്കുക. നമുക്കൊരു ഫാമിലി ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ നോക്കുക. നമ്മളെന്ന് പറഞ്ഞ് കുടുംബത്തിനെ നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. കുടുംബത്തിനെ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കില്ലെങ്കിൽ നമ്മൾ ശരിക്കും പെടും. ഓക്കെ, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നല്ല പ്രായത്തിൽ നമ്മൾ കുറച്ച് സേഫാക്കി വെക്കുക. നമ്മൾ എന്ന് കൂട്ടിലേക്ക് എല്ലാം നമ്മളെടുത്തുനിന്ന് ഊറ്റി വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫും കൂടി അതിൻ്റെ കൂടെ നോക്കിയില്ലെങ്കിൽ പണി പാളും. എല്ലാവർക്കും ഉള്ളൊരു അഡ്വൈസാണ്. എല്ലാവരും മക്കളെ നോക്കിക്കോളി, അവരവരുടെ കാര്യം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കോളി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന മാതിരിയുള്ള കുറേ അനുഭവങ്ങളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു വന്നില്ലെങ്കിലും ചെയ്തു കൊടുത്തു വെക്കുക. അത് ഇപ്പം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അതൊക്കെ അവർ മറക്കും. ഇതാണ് ലൈഫ്. നമുക്കൊക്കെ നമ്മൾ മാത്രമേ ഉണ്ടാവും. കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ലൈഫ്.